മത്സരത്തെക്കുറിച്ചായാലോ. വ്യത്യസ്തമായൊരു മത്സരമാണ്. വ്യത്യസ്തമായ മത്സരം വെച്ചാൽ അതിൽ പങ്കെടുക്കുന്ന ആൾക്കാർക്കാണ് വ്യത്യസ്തതയുള്ളത്. വിദ്യാർത്ഥികൾക്ക് രുചികരമായ ഭക്ഷണം ഒരുക്കുന്ന സ്കൂൾ പാചക തൊഴിലാളികൾക്കായി ഒരു മത്സരം സംഘടിപ്പിച്ചു. മാസ്റ്റർ ഷെഫുമാരെ കണ്ടെത്താനായി എറണാകുളം കാക്കനാടാണ് വിദ്യാഭ്യാസ വകുപ്പ് പാചക മത്സരം സംഘടിപ്പിച്ചത്. കുഞ്ഞുവയറുകൾ നിറച്ചുണ്ണാൻ സ്കൂളുകളിൽ ഉച്ചഭക്ഷണം തയ്യാറാക്കുന്നവരുടെ കൈപുണ്യത്തിന്റെ മികവറിയിക്കുന്നതായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിച്ച പാചക മത്സരം. കാക്കനാട് MAAM ഗവൺമെന്റ് LP സ്കൂളിൽ നടന്ന എറണാകുളം ജില്ലാതല മത്സരത്തിൽ 14 മത്സരാർത്ഥികളായിരുന്നു ഉണ്ടായിരുന്നത്. 1 മണിക്കൂർ സമയം കൊണ്ട് സ്വാദിഷ്ടവും ആരോഗ്യപ്രദവുമായ പച്ചക്കറി വിഭവം തയ്യാറാക്കണം. സ്കൂൾ പാചകരംഗത്ത് 45 വർഷത്തെ പരിചയമുള്ളവർ മുതൽ തുടക്കക്കാർ വരെ മത്സരത്തിനെത്തി. ഇപ്പോൾ മുട്ടക്കറി ഉണ്ട്, ഈ സാമ്പാറുണ്ട്, 2 ദിവസം രസം വെള്ളമുണ്ട്, പിന്നെ ക്യാബേജ് ഉണ്ട്, ഈ വൻപയറുണ്ട്. ഇന്നിപ്പോൾ വളരെ വളരെ വ്യത്യാസമുണ്ട് മോനെ. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ നിലവാരം ഉയർത്താൻ പാചക മത്സരങ്ങൾ ഗുണം ചെയ്യുമെന്ന് സംഘാടകർ. മിഡ് ഡേ മീലിന് കുറച്ചും കൂടെ പ്രചരണം പൊതുജനങ്ങളുടെ ഇടയിൽ കൊടുക്കുക, കൂടുതൽ ആകർഷകമാക്കുക, പദ്ധതിയെ കുറച്ചും കൂടെ വിപുലീകരിക്കുക, നല്ല കൂടുതൽ പൊതുജന പങ്കാളിത്തത്തോടു കൂടി കുറച്ചും കൂടെ നന്നാവുക എന്നുള്ളൊക്കെ ലക്ഷ്യത്തോടു കൂടിയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇത്തരത്തിൽ വ്യത്യസ്തമായ ഒരു ഇത് നടത്തുന്നത്. മത്സരത്തിനിടെ 3 മാസമായി ശമ്പളം മുടങ്ങിയതിന്റെ വിഷമവും ചിലർ പങ്കുവച്ചു. ശമ്പളം മുടങ്ങിയാലും കുട്ടികളുടെ അന്നം മുടക്കില്ല. വന്നിട്ട് 2 മാസമായി പൈസ വന്നിട്ട്. പിള്ളേർക്ക് എപ്പോഴാണെങ്കിൽ ചോറ് വെച്ച് കൊടുക്കണമില്ല. അവർക്കൊന്നും പറയാം, പിള്ളേരുണ്ടെങ്കിൽ ചോറ് വയ്ക്കണം, അതാണ്. പിള്ളേരുള്ളപ്പോഴും എനിക്ക് ജോലിയുണ്ട്, പിള്ളേരില്ലെങ്കിൽ എനിക്ക് ജോലിയില്ല. പാചക മത്സരത്തിൽ കാരക്കുന്ന് FM LPSലെ രാജി AG 1ാം സ്ഥാനവും അങ്കമാലി GGB സ്കൂളിലെ അമ്പിളി അജയൻ 2ാം സ്ഥാനവും നേടി. 24 കൊച്ചി. അപ്പോൾ അവർ പറയുന്നത് കേട്ടില്ലേ അല്ലേ, മക്കളുണ്ടെങ്കിൽ കുട്ടികളുണ്ടെങ്കിൽ സ്കൂളിൽ ഉണ്ടെങ്കിൽ അവർക്ക് ഭക്ഷണം കൊടുത്തിരിക്കണം, അത് നമ്മുടെ ജോലിയാണ്. വേതനം പ്രശ്നമൊക്കെ ഉണ്ട്, അത് കിട്ടിയിട്ടില്ല 2 മാസമായിട്ടെന്നൊക്കെ പറയുമ്പോഴും അവർ കുട്ടികൾക്ക് ഭക്ഷണം ഒരിക്കലും മുടക്കില്ല എന്ന് ഉറപ്പിക്കുന്നുണ്ട്. സ്നേഹമാണ്. അതെ.